ഈ ജിമ്നി വെറുതെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് എടുത്തുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നും. ഇന്നത്തെ സോളോ ട്രിപ്പാട്ടോ ചെയ്യാനായിട്ട് നമ്മൾ ജിമ്നിയായിട്ട് ഇറങ്ങുവാണ്. അതെ, ആ അങ്ങോട്ട് മേളിലേക്കാണ് കയറി പോകേണ്ടത്. 4 വീൽ എൻഗേജ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡൊക്കെ ചെയ്ത് കയറി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. ഇതൊരു ഭീകര സംഭവമാണ്. ഒരു കിടിലൻ കേവിലേക്കാട്ടോ നമ്മൾ എൻട്രി ചെയ്ത്. ഇത് ഗുണ കേവ് തന്നെ. ഞാൻ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചില്ലാട്ടോ ഇത്ര കിട്ടുമായിരിക്കും ഈ സ്ഥലം എന്നുള്ളത്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീമി വീൽസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ജിമ്നിയുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജിമ്നി വെറുതെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് എടുത്തുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നും. ഇന്നത്തെ സോളോ ട്രിപ്പാട്ടോ. എല്ലാവരും നാട്ടിലാണ്. എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ ജിമ്നിയായിട്ട് ഇറങ്ങുവാണ്. ഞാൻ ആദ്യം ചെല്ലുന്ന സ്ഥലത്തിന്റെ പേരാണ് മൂറുബെട്ട എന്നാണ് അറിയപ്പെടുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് 60 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. രസകരമായിട്ടുള്ള ഒരു ട്രെയിലാണ്. ആ ഏരിയ ചെന്ന് കഴിഞ്ഞാൽ ഒരു പാറയാണ്. അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. ബാഡ് ലക്കും ഉണ്ട്. നമ്മൾ നേരെ ചെന്ന് ചാടിയത് ഒരു ഫോറസ്റ്റ് വാച്ചറിൻ്റെ മുന്നിലാണ്. ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം മറ്റ് ഫോറസ്റ്റുകാർ കണ്ടു കഴിഞ്ഞാൽ ഒരു 25,000 ചാർജ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു കുറ്റമാണിത്. അതുകൊണ്ട് വണ്ടി നേരെ തിരിക്കാൻ പറഞ്ഞു. ഓക്കെ, നർക്കിക്കാനൊന്നും നിന്നില്ല. വണ്ടി നേരെ തിരിച്ചു. ഞാൻ അടുത്ത ട്രെയിൽ തപ്പി അങ്ങനെ പോകുമ്പോഴാണ് ഒരു ബെട്ട കാണുന്നത്. ഇതിൻ്റെ പേരാണ് കുണികൽ ബെട്ട എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡൊക്കെ ചെയ്ത് കയറി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. മഴക്കാലം ആയി കഴിഞ്ഞാൽ ഇതൊരു നല്ല അടിപൊളി ട്രെയിലാവും. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഒലിച്ചു പോകും. അപ്പോൾ നമുക്ക് നല്ല രസകരമായിട്ട് ഓഫ് റോഡൊക്കെ ചെയ്ത് മേളിൽ ചെല്ലാം. ഗുണ കേവ് പോലെ ഒരു കേവിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് വേണം ഈ പാറയുടെ ഏറ്റവും ടോപ്പിലേക്ക് ചെല്ലേണ്ടത്. അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ ഉണ്ട് അവിടെ നിന്ന്. വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അടിപൊളിയാണല്ലോ. പക്ഷേ ഇത് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. മഴക്കാലമാണ് നമുക്ക് ഏതൊരു സ്ഥലത്ത് പോയ കഴിഞ്ഞാലും ഭയങ്കര രസകരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് 4 ഒന്നും വേണ്ട കേട്ടോ. ഞാനിപ്പോൾ 2 വീലിലാണ് പോണേ. പക്ഷേ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിന്ന് പോകും. നമ്മൾ ക്ലച്ച്, അതായത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല കേട്ടോ. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? കിഡിലൻ സ്ഥലമല്ലേ? നമുക്ക് ഇവനെ 4 വീൽ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആശാനങ്ങ് പൊക്കോളും. ഇതുണ്ടോ 4 എൻഗേജ് ആയി. 2-3 വഴി കാണുന്നുണ്ടല്ലോ ഫ്രണ്ട്സ്. എന്താണ്, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നോക്കിയാലോ? വളരെ വിജനം. അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ, വേറെ ആരുമില്ല. ഒരു അടിപൊളി സ്ഥലം. നമ്മുടെ ജിമ്നി കുട്ടൻസ് നമ്മളെ ഇവിടെ അടിപൊളിയായിട്ട് നമ്മൾ എത്തിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളത് അതിൻ്റെ മേളിലേക്കാട്ടോ നമുക്ക് പോകേണ്ടത്. അങ്ങോട്ട് മേളിലേക്കാണ് കയറി പോകേണ്ടത്. സീറ്റ് ബെൽറ്റ് അല്ലെങ്കിൽ ഇവർ നമ്മളോട് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ മേളിൽ നിന്നൊക്കെ ഇങ്ങനെ പാറയെല്ലാം പൊട്ടി താഴത്തേക്ക് വീണിട്ടുണ്ട് കേട്ടോ. ഇവിടെ മുഴുവൻ ഇങ്ങനെ പൊട്ടിത്തക്കുവാണ്. അതുപോലെ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇവിടെ കിഡിലൻ ട്രെയിലായിരിക്കും. നമുക്കൊരു നല്ലൊരു ഓഫ് റോഡ് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഈ ഫസ്റ്റ് ഗിയർ കൊടുക്കാം. ഇവിടെയൊക്കെ ശരിക്കും കണ്ടോ, ഞാൻ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്ര കിട്ടുമായിരിക്കും ഈ സ്ഥലം എന്നുള്ളത്. സാധാരണ കാറുകൾക്കൊക്കെ വരാനായിട്ട് കുറച്ച് പാടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ 4 വീൽ ഇട്ടിട്ടാണ് ഞാൻ നല്ല സ്മൂത്തായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും നല്ല കഷ്ടപ്പെടേണ്ടി വരും. ഒരു കിട്ടില്ല ട്രെയിൽ വേണ്ടല്ലോ. ഇത് തന്നെ പോയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമാക്കുമോ? ഞാൻ നമ്മളെ വണ്ടി ഇവിടെ കയറില്ല കേട്ടോ. ഇവിടുത്തെ ഒരു ട്രെയിൽ ഇങ്ങനെ കിടക്കണേ. അതുമല്ല, ഇത് വണ്ടി കയറാനുള്ള വഴിയല്ല, ഇത് നമുക്ക് നടന്നു പോകാനുള്ള വഴി. ഇതുണ്ട് ഇവിടെ നിറച്ചും ഇതിൻ്റെ മുകളിൽ കണ്ടോ മുഴുവൻ കുരങ്ങന്മാരാട്ടോ. അതുപോലെ തന്നെ നമ്മൾ ട്രൈപോഡിൽ നമ്മൾ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ അവന്മാർ നമ്മുടെ ക്യാമറ എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ട്രെയിൽ വണ്ടി കയറി പോകുന്ന ഒരു വിഷ്വൽസ് കാണിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ, ക്ഷമിക്കണം. ഓരോ സാധനങ്ങളെ വന്ന് മേത്തിരിക്കുന്നുണ്ട് കേട്ടോ. മടുത്തു കേട്ടോ.
കിടിലൻ. ഇനി അതിൻ്റെ പിന്നീട് കൈ ബാലൻസ് വയ്ക്കാം. ഇനിയുള്ളത് കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ, നമ്മൾ കയറി പോകാന്നുള്ളത്. നമുക്ക് ഇനിയിപ്പോൾ കാണേണ്ട ഇതിൻ്റെ ഉള്ളിൽ, ഈ കേവിൻ്റെ ഉള്ളിൽ കൂടെ കയറി മേളിലേക്ക് ചെല്ലാൻ പറ്റും. ഇത് നമ്മളെ മഞ്ഞുബിൾ ബോയ്സ് ഇല്ലേ, അതുപോലെ ഉണ്ട്. നോക്കൂ, മുകളിൽ നല്ല കല്ലൊക്കെ എപ്പോൾ വേണമെങ്കിലും താഴത്തേക്ക് വീഴാം. 2 ഫ്രണ്ട്സിന് കിട്ടി കേട്ടോ. നമ്മൾ ഇവർ BTM സ്റ്റേയിനാണ്. വാട്ട്സ് യുവർ നെയിം? പ്രവീൺ. നവീൻ. അപ്പോൾ നമുക്ക് മേളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ കേവിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ് കേട്ടോ. ഇവിടെ നമുക്ക് കേവിലേക്കുള്ള ആരോസൊക്കെ കാണിച്ചിട്ടുണ്ട്. താങ്ക് യു. ഫ്രണ്ട്സ്, ഒരു കിടിലൻ കേവിലേക്കാട്ടോ നമ്മൾ എൻട്രി ചെയ്ത്. ഇത് ഗുണ കേവ് തന്നെ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോഴുണ്ടല്ലോ ഭീകര അന്തരീക്ഷം കേട്ടോ. തന്നെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതൊരു ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ്. അപ്പം അതുകൊണ്ട് ആനിമൽസിൻ്റെ എന്തെങ്കിലും സാന്നിധ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ ആദ്യം നോക്കണം. പിന്നെ തന്നെ കയറാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ആരെങ്കിലും ഇതുപോലെ തന്നെ ഫ്രണ്ട്സിനെ ആരെങ്കിലും കിട്ടുവാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പായിട്ടോ നമ്മൾ പോകാവുള്ളൂ. വാവലുകളൊക്കെ കരയുന്നുണ്ട് കേട്ടോ. ഒരു ഹൊറർ ഫീല്. നമ്മുടെ കൂടെ വന്ന ഒരാൾ ഒരു ആൽമരം പോകുന്നതാണ്ടോ ടോപ്പിലേക്ക്. നമ്മൾ ഈ മേളിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴുണ്ടല്ലോ, നമ്മൾ വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്ഥലത്തവിടെയാണ് നമ്മളിങ്ങനെ ട്രക്ക് ചെയ്ത് കയറേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് പിടിക്കാനായിട്ടുള്ള, ഇപ്പം നമ്മൾ ഈ പോകുന്ന ഒരു വശമുണ്ടല്ലോ ഫ്രണ്ട്സ്, ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാസേജ് ഉണ്ടാക്കിക്കണ ഒരു 2 അടി വീതിയിൽ ഇങ്ങനെ കരിങ്കല്ലുകൾ ഇങ്ങനെ പാകിയിട്ട് ഇട്ടേക്കുവാണ്. അപ്പോൾ അതിൻ്റെ മേളികളെയാണ് പോകുന്നത്. വളരെ ഡേഞ്ചറാണ്. നമ്മൾ വളരെ സൂക്ഷിച്ച് കുട്ടികളുമായിട്ട് വളരെ വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സ്ഥലം കണ്ടോ, ഈ സ്റ്റെപ്സ് വളരെ ഇങ്ങനെ ഡൗണിലേക്ക് ഇങ്ങനെ താന്നാട്ടാണ് ഇരിക്കുന്നത്. ഓ ഫ്രണ്ട്സ്, ഞാൻ എങ്ങനെ ഇത് കയറിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെയാണ് ഭീകര എക്സ്പീരിയൻസ് എന്നാണ് പറയാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾ ആരെങ്കിലും വരാനുണ്ടെങ്കിൽ വരുക. ഞാൻ ഇതിൻ്റെ മാപ്പ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. കിടിലൻ സ്ഥലം കേട്ടോ. മനസ്സിന് നല്ല ധൈര്യം കൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് വരാവുള്ളൂ. ഒന്നില്ല ഒരു നല്ല ട്രക്കിംഗ് ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നമുക്ക് കയറി വരുമ്പം നല്ല ഗ്രിപ്പിൽ ഇങ്ങനെ പിടിച്ച് കയറി വരാനായിട്ടുള്ള ട്രക്കിംഗ് ഷൂസ്. പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ, അത് അങ്ങ് മലകളൊക്കെ അവിടെയൊക്കെ ഒരുപാട് ബെട്ടുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പം അതൊക്കെ ചെറുതാണെങ്കിലും നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇതൊക്കെ ഉണ്ട്. ഒരു ഭീമാകാര ജൈൻസ് ആകാനാണ് ചാൻസ്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, കുണികൽ ബെട്ടയുടെ ഏറ്റവും ടോപ്പിൽ നിന്നാണ് ഇവിടെ വന്നു. അങ്ങനെ എൻ്റെ മേളിൽ കയറി അതിൻ്റെ മേളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ അടിപൊളി അഡ്വഞ്ചർ വീഡിയോസിന് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് നമ്മുടെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഈ സൂര്യൻ അസ്തമിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇറങ്ങി താഴത്തേക്ക് എത്തണം. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.